ചന്ദ്രശേഖരന്റെ ചോരയ്ക്ക് വി എസ് ഉത്തരവാദിയാണെന്ന് ചിലർ പറയുന്നത് അതുകൊണ്ടാണ്. അത് പക്ഷേ വി എസിന്റെ പരിമിതികളല്ല. പുറത്തിറങ്ങാൻ തയ്യാറായിരുന്ന വി എസ് അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചത്രേ, എനിക്ക് പ്രായമായി, ജില്ല തോറും പാർട്ടി കെട്ടിപ്പടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഒളിവ് ജീവിതവും EMSന്റെ തലയ്ക്ക് വില പറഞ്ഞതുമായ ത്യാഗ ജീവിതമെന്ത് പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിക്കാൻ മാത്രമുള്ളതായി കഴിഞ്ഞ വർത്തമാനത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതമായ സുഖ സൗകര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായിരുന്നില്ല ആരും. തയ്യാറായ ഏതാനും ചിലർ മരണത്തിനും കൊലപാതകത്തിനും കീഴടങ്ങി. അനുസരണയോടെ കഴിയാൻ തീരുമാനിച്ചവരെ പക്ഷേ കാത്തിരുന്നത് അനേകം പദവികളായിരുന്നു. അവരിന്ന് താടിയൊഴിഞ്ഞും മീശ പിരിച്ചും കാഴ്ചക്കുലകൾ ദൈവങ്ങൾക്ക് നൽകിയും കാലം കഴിച്ചുകൂട്ടുകയാണ്. ഏതാണ്ട് കൃഷ്ണപിള്ളയുടെ ജീവിതം പോലൊരു ജീവിതം തന്നെയായിരുന്നു വി എസിന്റെയും. 14 വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബാല്യത്തിൽ നിന്നാണ് കൃഷ്ണപിള്ള സഖാവായി ഉയർന്നു വരുന്നത്. 11-ാം വയസ്സോടെ അനാഥത്വം പൂർണ്ണമായ ബാല്യമായിരുന്നു വി എസിന്റെയും.